ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കാരുണ്യവഴി ശുശ്രൂഷയുടെ 26ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നോമ്പ് കാലത്തിലെ വെള്ളിയാഴ്ചയാണ്. കാരുണ്യവഴി ശുശ്രൂഷയുടെ ആദ്യ നാളുകളിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു, വെള്ളിയാഴ്ചകളെ കുറച്ചുകൂടെ ഗൗരവത്തോടെ സമീപിക്കണം. കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ അങ്ങനെ പ്രാർത്ഥിക്കണം, പറ്റുന്നവരെന്നല്ല പ്രാർത്ഥിക്കണം, കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം എന്നൊക്കെ. ഈ ദിവസങ്ങളിൽ നിങ്ങളോട് ചേർന്ന് ഈ ശുശ്രൂഷ ഞാൻ നയിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ദൈവാനുഭവത്തിനും കണക്കില്ല കേട്ടോ. എനിക്കുണ്ടാകുന്ന ദൈവാനുഭവം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളോട് ചേർന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു, വചനത്തെ കുറച്ചുകൂടെ ഗൗരവത്തോടെ ഞാനും എടുക്കുന്നു, ധ്യാനിക്കുന്നു. അപ്പോൾ എനിക്കൊരു ദൈവാനുഭവം കിട്ടുമല്ലോ, നിശ്ചയമായിട്ടും ഈശോ സംസാരിക്കുമല്ലോ. അതുമാത്രമല്ല, പല വിധത്തിലുള്ള സാക്ഷ്യങ്ങൾ, ഞാൻ തന്നെ ചില കാഴ്ചകൾ കാണുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ വീണ്ടും വീണ്ടും ആ ദൈവാനുഭവത്തിൻ്റെ നിറവുണ്ടാകുന്നുണ്ട്. അതിന് ഞാൻ നന്ദി പറയുന്നു. ഒന്ന് രണ്ട് ഈ കാരുണ്യ വഴിയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. കരുണക്കൊന്ത ചലണമെന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. കരുണക്കൊന്ത ചലനം കുറേ പേരത് കാര്യമായിട്ട് ചൊല്ലുന്നുണ്ട്, എണ്ണം അറിയിക്കുന്നുണ്ട്. നമ്മൾ ആ എണ്ണം അറിയിക്കുന്നത് ചിലർക്ക് സംശയമുണ്ട് കേട്ടോ. അച്ഛാ എന്തിനാ എണ്ണമൊക്കെ അറിയിക്കുന്നത്? അപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞതാ, ഒരു കളക്റ്റീവ് എഫേർട്ട് എന്നേ ഉള്ളൂ. അതിനെ വളരെ ലിറ്ററലി എടുത്ത് നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യാനൊന്നും പോകണ്ട. എണ്ണം അറിയിക്കുന്നത് ഒരു കളക്റ്റീവ് എഫേർട്ട്. അത് നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എണ്ണം പറഞ്ഞു ഇവിടം വരെയായി കേട്ടോ, ഇനി ചിലപ്പോൾ തള്ളിക്കേറ്റ് എന്നൊന്നും പറയുന്നൊന്നുമില്ല. ഒരുമിച്ച് നമുക്കത് ചെയ്യാം, ഒരുമിച്ചത് സമർപ്പിക്കാം. അവസാന ദിവസം നമുക്ക് ഒരുമിച്ചത് സമർപ്പിക്കാം. അന്നപ്പോൾ സമർപ്പിക്കുമ്പോൾ നമ്മുടേതായിട്ടൊരു 2 എണ്ണമെങ്കിലും ഉണ്ടാകണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഈ കൂട്ടായ്മയുടെ ഒരു ശ്രമമെന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ കുറേ പേര് ഈ നമ്മുടെ കരുണക്കൊന്തയെ നന്നായിട്ട് ഗൗരവത്തോടെ എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയുന്നു. അതിനകത്ത് തന്നെ പല അനുഭവങ്ങൾ കേട്ടു, പല സാക്ഷ്യങ്ങൾ കേട്ടു. ഒരെണ്ണം പറയാം. അബുദാബിയിൽ ഞാൻ പരിചയപ്പെട്ട ഒരു യുവാവ്, കുടുംബമുള്ള ഭാര്യയും കൊച്ചുമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവിടുത്തെ ഒരു റിട്രീറ്റ് കഴിഞ്ഞിട്ട് അവിടെ ഒരു പള്ളിയിൽ 5 ദിവസം ധ്യാനം കഴിഞ്ഞ് ഇറങ്ങി ഇങ്ങനെ പോവാണ്, യാത്ര പറഞ്ഞ് പോവാണ്. പോകുന്ന വഴിക്ക് ഞങ്ങളൊക്കെ സമപ്രായക്കാരാകാനാണ് സാധ്യത, ചെറുപ്പമാണ് ആ കക്ഷി. അപ്പോൾ അദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു പ്രീസ്റ്റ് ഫ്രണ്ട് വേണം, ക്യാൻ യു ബി മൈ ഫ്രണ്ട്? എനിക്കൊരു പ്രീസ്റ്റ് ഫ്രണ്ട് വേണം, ക്യാൻ യു ബി മൈ ഫ്രണ്ട്? അങ്ങനെ ഒത്തിരി അച്ഛന്മാരുടെ വലിയ അടുപ്പമൊന്നും ഇല്ല എനിക്ക്. അച്ഛൻ എൻ്റെ ഒരു വൈദിക സുഹൃത്താകാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞു അതിനെന്താ, അപ്പോൾ നമ്പർ തരാമോ? നമ്പർ എടുത്തു. അതിനുശേഷം കൃത്യമായ ഇടവേളകളിൽ ആൾ കോൺടാക്റ്റ് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. അച്ഛാ കാരുണ്യ വഴി കൂടുന്നുണ്ട് കേട്ടോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വരും. അപ്പോൾ സമീപ ദിവസങ്ങളിലൊന്നിൽ പുള്ളി അയച്ച ഒരു സാക്ഷിയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കുന്ന ഒരാൾ, അവർ റൂം ഷെയറിങ്ങോ അല്ലെങ്കിൽ അയൽവാസിയോ ആയിരിക്കും, ഞാൻ കൃത്യം കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കിയില്ല. താമസിക്കുന്ന ഒരാൾ, അദ്ദേഹം ഇവരുടെ അവിടുത്തെ ഈ റോഡ് ട്രാൻസ്പോർട്ടിൽ വർക്ക് ചെയ്യുകയാണ്. എന്താ ഈ ബസ്സിലൊക്കെ അതിലെന്തോ പോസ്റ്റിൽ വർക്ക് ചെയ്യുകയാണ്, പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അന്ന് ഇദ്ദേഹത്തിന് ഓഫാണ്, അത് ഇയാൾക്കറിയാം, നമ്മുടെ ഈ പയ്യൻസിനറിയാം. അന്ന് ഇയാൾക്ക് ഓഫാണ്, ഇയാൾ വീട്ടിൽ കാണേണ്ട ദിവസമാണ്. പക്ഷെ അന്ന് ഇയാളെ വീട്ടിൽ കണ്ടില്ല. എവിടെ പോയെന്നറിയാമല്ലോ, വീട്ടിൽ കണ്ടില്ല, അവധി ദിവസമായിട്ട് വീട്ടിൽ കണ്ടില്ല. വൈകുന്നേരം ഇദ്ദേഹം തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ എൻ്റെ സുഹൃത്ത് ചോദിച്ചു, ഇതെവിടെ പോയിരിക്കുകയായിരുന്നു? അപ്പോഴാണ് ആ മനുഷ്യൻ പറഞ്ഞത്, അയാൾക്ക് ഇന്ന് അവധി ദിവസമാണ്, വീട്ടിൽ ഇരുന്നാൽ മതി. പക്ഷേ പുള്ളി ഒരു കാര്യം ചെയ്തു. പുള്ളി രാവിലെ യൂണിഫോമൊക്കെ ഇട്ട്, ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ യൂണിഫോമൊക്കെ ഇട്ട്, അപ്പോൾ ഇവർക്ക് ട്രാൻസ്പോർട്ട് മുഴുവൻ ഫ്രീ ആണ്, യാത്ര മുഴുവൻ. ഇവർ ഈ എംപ്ലോയി ആയതുകൊണ്ട് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നത് മുഴുവൻ, ബസ് യാത്ര മുഴുവൻ ഫ്രീ ആണ്. പുള്ളി ഈ യൂണിഫോം ഇട്ടിട്ട് ബസ്സിലോട്ടങ്ങോട്ട് കയറി. പല റൂട്ടിൽ ബസ്സായി കയറി. അബുദാബി ആ നഗരത്തിലെ ഓടുന്ന പല റൂട്ടിൽ ബസ്സായി കയറിയിട്ട് പുള്ളി ചെയ്തത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കരുണക്കൊന്ത ചെല്ലുകയാണ്. അതായത് പല റൂട്ടിലുള്ള ബസ്സായി കയറി. അപ്പോൾ അബുദാബി എന്ന ആ നഗരത്തിൻ്റെ എല്ലാ വഴികളിലൂടെയും ഈ മനുഷ്യൻ കരുണക്കൊന്ത ചൊല്ലി നടക്കുകയായിരുന്നു ഒരു ദിവസം മുഴുവൻ, അവധി ദിവസം. അപ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയാണ്, ഈ മനുഷ്യരുടെ വിശ്വാസം. അവരെന്താ ആഗ്രഹിച്ചത്? ഒരു ദേശത്തെ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് സമർപ്പിക്കുക. അതെന്തു വലിയ തീരുമാനമാണത്. ഇത് ആരുടെയും പേര്, എനിക്ക് എൻ്റെ സുഹൃത്തിൻ്റെ പേരറിയാം, മറ്റേ ചേട്ടൻ്റെ പേരറിയത്തില്ല. പേരൊന്നും വെളിപ്പെടുത്താത്തത് അവരുടെ പ്രൈവസിയെ ബാധിക്കേണ്ട. എന്നാലും അവരും ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. വലിയ സാക്ഷ്യം നമ്മുടെ ഈ കൂട്ടായ്മ, കാരുണ്യ വഴി കൂട്ടായ്മ ഒരുമിച്ച് അഭിനന്ദിക്കുന്നു. അപ്പം നമുക്ക് ഇതൊക്കെ പാഠമാകുന്നത്, അങ്ങനെയൊക്കെ മനുഷ്യരുണ്ടെന്നേ, അങ്ങനെയൊക്കെ മനുഷ്യരുണ്ട്. ഒരു ദിവസം ഓഫ് കിട്ടുമ്പോൾ പുതച്ച് മൂടി കിടക്കാൻ പുള്ളിക്ക് ആരും കുറ്റം പറയില്ല, കർത്താവ് പോലും പുള്ളിയെ കുറ്റം പറയില്ല. പക്ഷെ പുള്ളി എടുക്കുന്നൊരു അധിക ത്യാഗമാണ്. ഈ നോമ്പുകാലത്ത് എല്ലാ നാട്ടിലൂടെയും എല്ലാ വഴികളിലൂടെയും കരുണക്കൊന്ത ചൊല്ലി പോകണം എന്ന തീരുമാനം. വേറെ ഒരു സാക്ഷ്യം പറയാം.
അത് കാരുണ്യ വഴിയായിട്ട് ബന്ധമില്ല, പക്ഷെ മനുഷ്യർ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അത് ഇന്നലെ പറഞ്ഞതുപോലെ മുംബൈയിലൊരു ധ്യാനം, വസായി എന്ന സ്ഥലത്ത് ഞാൻ ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങി. എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി 2 ചേട്ടന്മാർ വന്നു, ഒരു ജോണി ചേട്ടനും ഒരു ഡേവിഡ് ചേട്ടനും. ഇവരുടെ കാറിൽ എന്നെ കയറ്റി ലഗേജൊക്കെ എടുത്തു വെച്ച് ഞങ്ങളൊരു 1.5 മണിക്കൂറുണ്ട് പള്ളിയിലേക്ക് ദൂരം യാത്ര ചെയ്ത് പോവാണ്. അപ്പോൾ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു. ഞാൻ ഐ വാസ് മോർ എ ലിസണർ. അവർ പറയുന്നത് കേട്ടു. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്നു. എനിക്കല്പം യാത്രാക്ഷീണം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ അവരെ കേട്ടൊക്കെ ഇരുന്നു. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ വണ്ടി ഓടിച്ച ചേട്ടൻ പറയുകയാണ്, നമുക്കിനി കുരിശിൻ്റെ വഴി ചെല്ലാം, നമുക്കിനി കുരിശിൻ്റെ വഴി ചെല്ലാം. അപ്പോൾ ഞാനോർത്ത് എങ്ങനെ ഈ കാർ ഓടിച്ചുകൊണ്ട് കുരിശിൻ്റെ വഴി ചെല്ലുന്നത്, അതിൻ്റെ രീതി നമുക്കറിയാൻ മേല. അപ്പോൾ ഇവർ കുരിശിൻ്റെ വഴിയിൽ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ 14 സ്ഥലത്തിൻ്റെയും അത് കൂടാതെ ആദ്യത്തെ പാട്ടും ഇവർ കാണാപ്പാട് അറിയാം. ഇവരങ്ങോട്ട് തുടങ്ങി, കുരിശിൽ മരിച്ചവനെ എന്ന് പാടി അങ്ങോട്ട് തുടങ്ങി പാട്ട് പാടുന്നു. അതിനുശേഷം 1-ാം സ്ഥലത്തിൻ്റെ പാട്ട് പാടുന്നു. 1-ാം സ്ഥലം പാട്ട് പാടിക്കഴിയുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്നു. 1-ാം സ്ഥലം ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങളങ്ങ് കുമ്പിട്ട് ആരാധിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന സ്വർഗ്ഗസ്നാതാവേയും ചൊല്ലിയിട്ട് അത് കഴിയുമ്പോഴേക്കും പിന്നെ 2-ാം സ്ഥലത്തിന് ഒരുക്കമായിട്ടുള്ള പാട്ട്. അതിനുശേഷം 2-ാം സ്ഥലം ഈശോ മിശിഹ കുരിശുമരം ചുമക്കുന്നു, ഈശോ മിശിഹായെ ഞങ്ങളങ്ങ് കുമ്പിട്ട് ആരാധിക്കുന്നു. അതിനുശേഷം 3-ാം സ്ഥലം ഈശോ മിശിഹ 1-ാം പ്രാവശ്യം വീഴുന്നു. അപ്പം ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. ഇവരുടെ ഒരു പുസ്തകമോ ഒരു പേപ്പർ തുണ്ടോ ഒന്നുമില്ല. ഈ 14 സ്ഥലത്തിൻ്റെയും ഒപ്പം ആമുഖഗാനവും അവസാനത്തെ പാട്ടും കാണാപ്പാടം, 14 സ്ഥലങ്ങളും കാണാപ്പാടം. ഞാൻ ആ വണ്ടിയിലിരുന്ന് ഉരുകുമായിരുന്നു. എൻ്റെ പൊന്ന് കർത്താവേ, 14 സ്ഥലം ക്രമം തെറ്റാതെ എനിക്കിപ്പോഴും അറിയാൻ മേല. ആ പുസ്തകം ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതൊക്കെ ചെല്ലുന്നു. ഇപ്പോഴും പെട്ടെന്ന് അങ്ങോട്ട് 14 സ്ഥലം പറഞ്ഞാൽ അറിയാം. അപ്പോൾ എനിക്ക് സംശയമായി, ദൈവമേ ഇതിപ്പോൾ ഞാനാണോ ധ്യാനഗുരു അതോ ഇവരാണോ ധ്യാനിപ്പിക്കാൻ പോകുന്നത്? ഇവരുടെ കൂടെ ഇരുന്ന് ഞാനിങ്ങനെ ഇവരുടെ കൂടെ ആ പാട്ടിൻ്റെ അറ്റവും മൂലമൊക്കെ പാടി പാടി പോവുകയാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇതെങ്ങനെ? ഇത് സ്ഥിരമാണെന്നത്, ഇത് സ്ഥിരമാണ്. യാത്രയൊക്കെ പോകുമ്പോൾ കുടുംബം ഒരുമിച്ചൊക്കെ പോകുമ്പോൾ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിട്ട് അവർ കുരിശിൻ്റെ വഴി അങ്ങ് ചൊല്ലിയേക്കും. അപ്പോൾ പുസ്തകം വേണമെന്നില്ല, ഈ പാട്ട് പാടി ആ സ്ഥലം ചൊല്ലി ഞങ്ങളങ്ങനെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്ന് ചൊല്ലി ആ ഒരു തോട്ട് കൊണ്ട് നടക്കുക. ഈശോയുടെ കുരിശിൻ്റെ വഴിയുടെ ആ വിചാരത്തെ കൊണ്ട് നടന്നു പ്രാർത്ഥിക്കുന്നവർ. ഇതൊക്കെ നമ്മളെ പ്രചോദിപ്പിക്കണം. അതിനുവേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ, നമ്മളെ പ്രചോദിപ്പിക്കണം. അങ്ങനെയൊക്കെ ഇന്നും ഈ കാലത്തും നമ്മൾ പറയുന്ന വിശ്വാസമൊക്കെ തീർന്നു പോയി, ആരും ഇല്ല കേട്ടോ, ആരും ഇല്ല, സഭയിൽ ആരും ഇല്ല, ഈശോയുടെ പക്ഷത്ത് ആരും ഇല്ല, വെറുതെയാണ്. ഒരു നല്ല ഗ്രൂപ്പ് രൂപപ്പെട്ടു വരുന്നുണ്ട്. ഉള്ളവർ തീയുള്ളവരാ. അങ്ങനെ ഒരു ഗ്രൂപ്പ് രൂപപ്പെട്ടു വരുന്നുണ്ട്. ഒറ്റ ചോദ്യമുള്ളൂ, ഞാൻ ആ ഗണത്തിലുണ്ടോ ഇല്ലയോ? ഞാൻ ആ ഗണത്തിൽ എണ്ണപ്പെടുമോ ഇല്ലയോ? ആ ഗണത്തിൽ എണ്ണപ്പെടണം. ബഹുഭൂരിപക്ഷം പുറത്താന്നൊക്കെ തോന്നും എന്ന് വിചാരിച്ചിട്ട് ആ കൂട്ടത്തിലങ്ങ് ഒഴുകാൻ പോകരുത്. നഷ്ടം നമുക്കായിരിക്കും. തീക്ഷ്ണതയോടെ ദൈവവിചാരത്തോടെ ജീവിക്കാൻ നമുക്ക് പറ്റട്ടെ. ഇനി ഇന്നത്തെ വിഷയത്തേക്ക് വരാം. സാക്ഷ്യം തന്നെ അല്പം കൂടിപ്പോയി അല്ലേ? സാരമില്ല. ഇന്നത്തെ വിഷയം, ആ വിഷയം മതി നിങ്ങൾക്ക് ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും. കാരണം ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണിത്. ഇന്നത്തെ വിഷയം ഇതാണ്. ഇന്ന് നമ്മൾ ഈ കാരുണ്യ വഴിയിൽ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് ആരാധനയുടെ നേരത്ത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനും പോകുന്ന കാര്യം പൗരോഹിത്യവും വിശുദ്ധ കുർബാനയുമാണ്. ഇന്നലെ പറഞ്ഞു 2 ദിവസങ്ങളിലേക്ക് നമ്മൾ ഈശോയുടെ അന്ത്യത്താഴത്തെ ധ്യാനിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. പൗരോഹിത്യവും വിശുദ്ധ കുർബാനയുമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. എന്താണ് ഈ 2 കൂദാശകളുടെ പ്രത്യേകത? അതെങ്ങനെ അന്ത്യത്താഴവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എൻ്റെ പ്രിയമുള്ളവരെ, ഈശോ അവൻ്റെ മരണത്തിൻ്റെ തലേനാൾ നമുക്ക് സ്ഥാപിച്ചു നൽകിയ കൂദാശകളാണ് പൗരോഹിത്യവും വിശുദ്ധ കുർബാനയും. ഒരാൾ അയാളുടെ മരണം ഉറപ്പിച്ചു കഴിയുമ്പോൾ, മരണം അടുത്തുണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോഴാണ് അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് കൈമാറുന്നത്. നമ്മുടെ കുടുംബങ്ങളിലെ കാർന്നോമാരെ കണ്ടിട്ടില്ലേ? മരണം അടുത്തെത്താറായി എന്ന ചിന്ത വരുമ്പോൾ പതുക്കെ സ്വത്തുവകകളൊക്കെ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, തങ്ങളുടെ മക്കൾക്ക് എഴുതി കൈമാറി കൊടുക്കുന്നില്ലേ? അതുപോലെ നാളെ ഞാൻ കുരിശേൽ മരിക്കുമെന്ന് അറിഞ്ഞിട്ട് ഈശോ അവൻ ഏറ്റവും പ്രിയപ്പെട്ടത്, അവൻ്റെ നിധി, അവൻ്റെ സ്വത്ത് പൗരോഹിത്യവും വിശുദ്ധ കുർബാനയും. നിത്യ പുരോഹിതനായ ഈശോ പൗരോഹിത്യത്തെ സ്ഥാപിച്ചു നൽകുന്നു. നിത്യജീവന്റെ അപ്പമായ കർത്താവ് തമ്പുരാൻ വിശുദ്ധ കുർബാനയെ നമുക്ക് വേണ്ടി സ്ഥാപിച്ചു നൽകുന്നു. മരണത്തിൻ്റെ തലേനാൾ ചങ്ക് പറിച്ചു നൽകുന്നത് പോലെ നൽകിയ കൂദാശകളാണ് വിശുദ്ധ കുർബാനയും പൗരോഹിത്യവും. ഇത് രണ്ടിനെ ഗൗരവത്തോടെ ധ്യാനിക്കണം. അത്രമേൽ പ്രധാനപ്പെട്ട കൂദാശകളാണ്. ഇതറിയാവുന്നത് കൊണ്ട്, ഇത് നമുക്കറിയാൻ മേലെങ്കിലും ശത്രുവിനറിയാം. അതാണ് ഈ ശത്രുവിൻ്റെ മിടുക്ക്. നമ്മുടെ ബലം എവിടെയാണെന്ന് നല്ല ശത്രുവിന് അറിയാം. അത് നോക്കിക്കോ. അതിപ്പോൾ ഈ ഗുസ്തി മത്സരത്തിലാണെങ്കിലും
കബഡിയിലാണെങ്കിലും ഏത് കളിയിലാണെങ്കിലും ശത്രു എപ്പോഴും നമ്മുടെ ബലത്തെക്കുറിച്ച് ധാരണയുണ്ടായിരിക്കും. നല്ല ശത്രുവാണെങ്കിൽ നമ്മുടെ ശത്രു അത്ര മോശക്കാരനല്ല. ഹീസ് എ കണ്ണിങ് എനിമി. അവൻ വളരെ ഷ്രൂഡാണ്. അവൻ കുരുട്ടുബുദ്ധിയുടെ ആശാനാണ്. അവനറിയാം നമ്മുടെ ബലം എവിടെയാണെന്ന്. എവിടെയാണ് നമ്മുടെ ബലം? നമ്മുടെ ബലം വിശുദ്ധ കുർബാനയും കർത്താവ് സ്ഥാപിച്ചു നൽകിയ പൗരോഹിത്യവുമാണ്. അതുകൊണ്ട് അവനറിയാം, അടിക്കുന്നെങ്കിൽ അവിടെ അടിക്കണം, അടിക്കുന്നെങ്കിൽ അവിടെ അടിക്കണം. അതുകൊണ്ടല്ലേ കഴിഞ്ഞ കുറച്ചു നാളായിട്ട് അടി കിട്ടുന്നത് മുഴുവൻ ഈ പൗരോഹിത്യത്തിൻ്റെ മേലും ഈ വിശുദ്ധ കുർബാനയുടെ മേലും അല്ലേ? സങ്കടപ്പെടരുത്, സങ്കടപ്പെടരുത്. അപ്പോൾ തിരിച്ചറിയേണ്ടത് ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണെന്ന്. അപ്പോൾ തിരിച്ചറിയേണ്ടത് ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്, പൗരോഹിത്യവും വിശുദ്ധ കുർബാനയും. അതുകൊണ്ടാണ് ഇവിടെ തന്നെയും പിന്നെയും അടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് റെജുവനേറ്റ് ചെയ്യണം, തിരിച്ചു പിടിക്കണം. പൗരോഹിത്യത്തിൻ്റെയും വിശുദ്ധ കുർബാനയുടെയും ശ്രേഷ്ഠതയെ നമുക്ക് തിരിച്ചു പിടിക്കണം. 2-3 കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് പറയട്ടെ. ഈ പൗരോഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടും വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ടും നമുക്ക് നമ്മുടെ ശൈലിയിൽ സംസാരിച്ചങ്ങ് പറഞ്ഞു പോകാം. പൗരോഹിത്യത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ടൊരു പ്രസംഗം കഴിഞ്ഞ തവണ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ ഡീറ്റെയിൽഡായിട്ടും വൈകാരികമായിട്ടും ഞാൻ സംസാരിച്ചത് ഓർക്കുന്നു. നിങ്ങൾ പലരും അത് കൂടിയതാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും കൂടാത്തതുണ്ടെങ്കിൽ നമ്മുടെ ശാലോമിൻ്റെ യൂട്യൂബിൽ കിടപ്പുണ്ടത്. ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഭാഗമായിട്ട് ഓഗസ്റ്റ് 4-ാം തീയതി ജോൺ മരിയ വിയാനി പുണ്യാളൻ്റെ തിരുനാൾ ദിവസം നടത്തിയ ഒരു പ്രസംഗം കിടപ്പുണ്ട്. അതിൻ്റെ ബാക്കി ഞാൻ പറയുന്നുള്ളൂ. അന്ന് പറഞ്ഞത് ആവർത്തിക്കുന്നതിൽ വലിയ അർത്ഥമില്ലല്ലോ. നമുക്ക് ഈ അച്ഛന്മാരുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം, അവർക്കൊരു പിന്തുണയൊക്കെ കൊടുക്കാൻ പറ്റണം. അത് ഞാൻ പിന്നെയും പറയുകയാണ്, അച്ഛന്മാർക്കൊരു പിന്തുണയൊക്കെ കൊടുക്കണം. പ്രത്യേകിച്ച് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുന്നത് സെമിനാരിക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമുക്ക് നമ്മുടെയൊക്കെ രൂപതകളിലും നമ്മുടെയൊക്കെ സന്യാസ ഭവനങ്ങളിലും ഇഷ്ടം പോലെ സെമിനാരിക്കാർ ഇപ്പോഴും ഉണ്ട്. ദൈവം സഹായിച്ചിട്ട് ദൈവവിളിക്ക് അങ്ങനെ വലിയ പഞ്ഞമൊന്നും വന്നിട്ടില്ല. ദൈവവിളിയൊക്കെ ഇപ്പം കാലത്തിൻ്റെ പോക്ക് വെച്ച് നോക്കിയാൽ ദൈവവിളിയൊക്കെ നിലച്ചു പോകേണ്ട കാലം കഴിഞ്ഞില്ലേ? ദൈവവിളിയൊക്കെ നിലച്ചു പോകേണ്ട കാലം കഴിഞ്ഞില്ലേ? പക്ഷേ ഇപ്പോഴും ഉണ്ട്. കാരണം എന്താ? ഒറ്റ കാര്യം, അതിൻ്റെ പേര് ദൈവവിളി എന്നായതുകൊണ്ട്. അതിൻ്റെ പേര് ദൈവവിളി എന്നായതുകൊണ്ട് ചുറ്റും ആകർഷിക്കാൻ കാഴ്ചകളേറെ ഉണ്ടായിട്ടും പൗരോഹിത്യത്തെ ഓപ്റ്റ് ചെയ്യാതിരിക്കാൻ ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കാര്യവും കാരണങ്ങളും ഉണ്ടായിട്ടും 15-ാമത്തെയും 16-ാമത്തെയും ഒക്കെ വയസ്സിൽ ഈ കുഞ്ഞുങ്ങൾ ദൈവവിളി സ്വീകരിച്ച് പൗരോഹിത്യത്തിലേക്ക് നോക്കുന്നത് അത് കർത്താവിൻ്റെ തീരുമാനമായതുകൊണ്ട് പ്രാർത്ഥിക്കണം. നന്ദി പറഞ്ഞ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നല്ല ഒരുക്കത്തോടെ. ശരിക്കും ഞാൻ ഓർക്കുകയാണ്, അച്ഛനായി കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലായിരിക്കും ചിലപ്പോൾ. ഇനി സെമിനാരി കാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങാം. തീക്ഷ്ണതയുള്ള വിശുദ്ധിയുള്ള വൈദികാർത്ഥികൾ, സെമിനാരിക്കാർ ഉണ്ടാകട്ടെ. അവർ നല്ല അച്ഛന്മാരായിട്ട്, തീ പോലെ കത്തുന്ന അച്ഛന്മാരായിട്ട് മാറട്ടെ. അപ്പം നമുക്കൊരു പക്ഷെ നമ്മുടെ കുടുംബത്തിൽ ഒരു അച്ഛൻ കുഞ്ഞില്ലായിരിക്കും, ഒരു സെമിനാരിക്കാരനോ ഒരു അച്ഛനോ ഇല്ലായിരിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് സെമിനാരിക്കാരെ പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. ഇനി നിങ്ങൾക്ക് ദൈവം സഹായിച്ച് കുറച്ച് സാമ്പത്തിക മെച്ചപ്പാടൊക്കെ ഉണ്ടെങ്കിൽ ഇത് പറയാൻ എനിക്കൊരു നാണോ ഇല്ല കേട്ടോ. നിങ്ങൾ ഒരു സെമിനാരിക്കാരനെയൊക്കെ ഒന്ന് അഡോപ്റ്റ് ചെയ്യുക. നമുക്കത് ആവശ്യമുണ്ട്. കാരണം 12 വർഷത്തെ പരിശീലനം, ഭീമമായ ചിലവുണ്ട് ഓരോ രൂപതയ്ക്കുമൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യാവുന്നൊരു നല്ല കാര്യമല്ലേ? ഒരു സെമിനാരിക്കാരനെ നമ്മുടെ ആയുസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, നല്ല കാര്യങ്ങളും നമ്മുടെ തന്നെ സന്തോഷം നൽകുന്ന പല കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ പണം വ്യയം ചെയ്തില്ലേ, ചിലവാക്കിയില്ലേ? എന്തുകൊണ്ട്? നമ്മുടെ കൊച്ചോ ആയില്ല, നമ്മുടെ കുടുംബത്തിലൊരാളായില്ല. ഏതെങ്കിലും ഒരു കുഞ്ഞ് പൗരോഹിത്യം ആഗ്രഹിച്ച് സെമിനാരി കയറുമ്പോൾ അവൻ്റെ ചിലവ് അല്ലെങ്കിൽ ചിലവിൻ്റെ ഒരു ഭാഗം ഞാൻ പിന്തുണ കൊടുക്കാം എന്ന് പറയുന്നത് എന്തു നല്ല കാര്യമാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു പ്രചോദനം കിട്ടുന്നുണ്ടെങ്കിൽ ചെയ്യണം. അത് സെമിനാരിക്കാരുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, അച്ഛന്മാർക്കും നമ്മൾ അങ്ങനെ ഒരു, ഇപ്പോൾ നിങ്ങൾ എന്നെ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇങ്ങനെ പറയുന്നത്. ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് തോന്നും ഈ അച്ഛൻ ഭയങ്കര പിരിവുകാരനാണെന്ന് തോന്നും. അങ്ങനല്ല. നിങ്ങൾക്ക് എൻ്റെ ശൈലി മനസ്സിലായത് കൊണ്ടും നിങ്ങളോട് പറയാനുള്ള സ്വാതന്ത്ര്യം ആയി, 26 ദിവസം കൊണ്ടായി എന്ന് വിചാരിച്ച് ഞാൻ പറയുകയാണ്. അച്ഛന്മാർക്കൊക്കെ അങ്ങനെ ഒരു പിന്തുണയും കൂടെ കൊടുക്കണം. അതായത് അവരുടെ ശുശ്രൂഷകൾക്ക് നമ്മൾ സാമ്പത്തികമായിട്ട് പിന്തുണ കൊടുക്കുന്നതിലൊരു തെറ്റ് വിചാരിക്കരുത്. അത് ചെയ്യണം. കാരണം ഈശോയുടെ കാലത്ത് പോലും, നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്ന ഈശോയുടെ കാലത്ത് പോലും ഈശോയുടെ ശുശ്രൂഷകളെ സാമ്പത്തികമായി തങ്ങളുടെ സമ്പത്ത് കൊണ്ട് പിന്തുണച്ച സ്ത്രീകൾ ഈശോയെ അനുഗമിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായിരിക്കും അവർ ചിന്തിച്ചത്? ഞങ്ങളെ കൊണ്ട് ഈ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കാശിരിപ്പുണ്ട്. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഈ ശുശ്രൂഷ ഭംഗിയായിട്ട് പോട്ടെ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതുകൊണ്ട് ആ ശുശ്രൂഷയെ ഭംഗിയാക്കുന്നു, കൊടുക്കുന്നു. അത് ചെയ്യണം. അതിനകത്തൊരു നമ്മളായിട്ട് അങ്ങ് ആഗ്രഹിച്ച് ചെയ്താൽ സഭ സ്മൂത്തായിട്ട് പോകും. അച്ഛന്മാർ ചോദിക്കാൻ വരുമ്പോഴല്ലേ നമുക്കും ബുദ്ധിമുട്ട്, ചോദിക്കുന്ന അച്ഛന്മാർക്കും നാണക്കേട്, ഞങ്ങൾക്ക് സങ്കടം. നമ്മൾ ആ ഒരു പിന്തുണ അറിയിക്കണം. അവരുടെ ശുശ്രൂഷകളെ, സുവിശേഷ വേലയെ
സഭയിലൂടെ പുരോഗതി നടക്കുന്ന ചാരിറ്റിക്ക് ഒക്കെ ഒരു പിന്തുണ കൊടുക്കാൻ നമുക്ക് മനസ്സുണ്ടാകണമെന്ന്. അപ്പോൾ ഒരു സൗഹൃദത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാകണം പുരോഹിതരോടുമൊക്കെ. ഭയങ്കര ക്ലറിക്കലായിട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് സംശയം. വളരെ ക്ലറിക്കലായിട്ട്, വളരെ ഫോർമൽ റിലേഷനായിട്ട് അച്ഛന്മാരോടുള്ള ബന്ധമൊക്കെ മാറിപ്പോകുന്നുണ്ട്. അവർ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കൂടപ്പിറപ്പുകളും ഒക്കെ അല്ലേ, നമ്മുടെ ജ്യേഷ്ഠ സഹോദരങ്ങളോ നമ്മുടെ ഇളയതുങ്ങളോ ഒക്കെ അല്ലേ. അപ്പോൾ ഒരു സൗഹൃദം ഉണ്ടാകട്ടെ, നിർമ്മലമായ ഒരു സൗഹൃദം പുരോഹിതരുമായിട്ടൊക്കെ ഉള്ളത് നല്ലതാണ്. പ്രത്യേകിച്ച് ഒരു പ്രീസ്റ്റ് ഫ്രണ്ട്, ഞാൻ പറഞ്ഞില്ലേ അബുദാബിയിലെ ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു, ഒരു പ്രീസ്റ്റ് ഫ്രണ്ട് ഒക്കെ ഉള്ളത് നല്ലതാണ്. ഒരു കൺസൾട്ടേഷൻ, എ കൈൻഡ് ഓഫ് കൺസൾട്ടേഷൻ, ഒരു സ്പിരിച്വൽ കൺസൾട്ടേഷൻ, വല്ലപ്പോഴും ഒരു സംസാരം, ഒരു സ്നേഹപൂർവ്വമായ സൗഹൃദ സംസാരം ഒക്കെ ഉള്ളത് നമുക്ക് നന്മയായിട്ട് മാറും. പ്രാർത്ഥിച്ചൊരുങ്ങി വേണം അത് ചെയ്യാനെന്നേ ഉള്ളൂ. അങ്ങനെ പുരോഹിതരോടൊരു ബന്ധം ഉണ്ടാകണം. ഇനി കുർബാനയെക്കുറിച്ച് കൂടി ഇതുപോലെ 2-3 കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് പറയാം. ഒന്ന്, എല്ലാവരും പറയുന്നു കുർബാന അല്ലെങ്കിൽ ഈ ഷോയെക്കുറിച്ചൊക്കെ സംശയം പിള്ളേർക്ക് പുതുതലമുറയിലൊക്കെ ഉണ്ട്, ദൈവമൊക്കെ ഉണ്ടോ എന്നൊക്കെ സംശയിക്കുന്നവരുണ്ട്. അവരോട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്, കീപ് യുവർ സെൽഫ് ഇൻ എ ഫ്രാഗ്രൻസ് റേഡിയസ്. ഫ്രാഗ്രൻസ് റേഡിയസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? ഒരു പൂവ് ഇവിടെ ഇരിപ്പുണ്ട്. ഈ പൂവിൻ്റെ മണം എത്തുന്ന ഒരു റേഡിയസ് ഉണ്ട്, ഒരു അളവുണ്ട്. പൂവിൻ്റെ മണം നന്നായിട്ട് സ്മെല്ല് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ആ ഒരു ദൂരമുണ്ടല്ലോ, ഇതിൻ്റെ ഈ സുഗന്ധത്തിൻ്റെ ദൂരം. ആ ദൂരത്തിൻ്റെ പരിധിയിൽ നിൽക്കുമ്പോഴാണ് പൂവിൻ്റെ മണം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈശോയുടെ ലാവണ്യം, സൗന്ദര്യം, ഈശോയുടെ സുഗന്ധം അനുഭവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫ്രാഗ്രൻസ് റേഡിയസ് ഏതെന്നറിയാമോ? വിശുദ്ധ കുർബാനയുടെ സമീപത്ത് നിൽക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യമൊക്കെ കുർബാനയെ പങ്കെടുത്തിട്ട് അല്ലെങ്കിൽ വലിയ ഫീല് കിട്ടുന്നില്ല, വലിയ അനുഭവമൊന്നും കിട്ടുന്നില്ല, സാരമില്ല, അവിടെ നിൽക്ക്, ആ ചിട്ട കളയാതിരിക്കുക. എന്തൊക്കെ കാര്യങ്ങൾക്കല്ലാതെ ഇഷ്ടം പോലെ സമയം കളയുന്നില്ല. അതുകൊണ്ട് ഞായറാഴ്ച കുർബാന മുടക്കരുത്. സാധിക്കുന്ന ഇട ദിവസം കുർബാനയ്ക്ക് പോവുക. നമ്മുടെ ഭാഗത്ത് നിന്ന് ആ ഡിസ്പോസിഷൻ ഉണ്ടാകുമ്പോൾ കർത്താവ് ഇടപെടുന്നത് നമ്മളറിയും, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളറിയും. അപ്പം ഞാൻ ഉപയോഗിച്ച വാക്ക് കീപ് യുവർ സെൽഫ് ഇൻ എ ഫ്രാഗ്രൻസ് റേഡിയസ്. സുഗന്ധത്തിൻ്റെ ഒരു ദൂരത്ത് നമ്മളെ തന്നെ കൊണ്ടുപോയിട്ട് നിർത്തണം. പിന്നെ ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ച് എപ്പോഴും മനസ്സിലാക്കേണ്ടത് സഭയുടെ അടിത്തറ അതാ കേട്ടോ. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ഈശോ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട്, ഈശോ കുർബാനയായവൻ, കുർബാന സ്ഥാപിച്ചവൻ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും കേൾവിക്കാർ പറയുകയാണ്, ഇത് മനസ്സിലാകുന്നില്ല, ഞങ്ങൾ ഇട്ടിട്ട് പോവുക കേട്ടോ, ഞങ്ങൾ ഇറങ്ങി പോവുക, വല്ലതും പറയാനുണ്ടെങ്കിൽ വേഗം പറഞ്ഞു, ഞങ്ങൾ ഇറങ്ങി പോവുക. അപ്പോൾ ഇവന്മാർ ഓർത്തത് കർത്താവ് ഉടനെ മയപ്പെടുത്തും, അയ്യോടാ കുട്ടാ ഇരിക്കടാ, അത്രയൊന്നും ഇല്ലടാ, ഞാൻ അല്പം സിമ്പിളാക്കി തരാം, അല്പം വെള്ളം ചേർത്ത് തരാം, നീ അവിടെ ഇരിക്കുക എന്ന് പറയുമെന്ന കർത്താവിൻ്റെ അടുത്ത കളി. കർത്താവ് പറഞ്ഞു, പോടാ പോ. ഇനി പിരിക്കുന്നു ചോദിക്കാം, നിങ്ങൾക്കും പോണോ? പൊക്കോ. കുർബാനയിൽ വെള്ളം ചേർത്തിട്ട് എനിക്ക് ആൾക്കൂട്ടമൊന്നും വേണ്ട കേട്ടോ. ആൾക്കൂട്ടം കണ്ടിട്ടല്ല ഇതിനിറങ്ങിയിരിക്കുന്നത്, അതുകൊണ്ട് ആൾക്കൂട്ടം വേണ്ട. അപ്പോൾ എന്നിട്ട് കർത്താവ് ചോദിച്ചു, നിങ്ങൾക്കും പോണോ? അപ്പോൾ പറ്റു പറഞ്ഞു, 12 എണ്ണം പറഞ്ഞു. കർത്താവ്, ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? നിത്യജീവൻ്റെ വയസ്സുകൾ നിൻ്റെ കയ്യിലുണ്ടല്ലോ. ആ 12 എണ്ണമാണ് മിച്ചം വന്ന 12 കുട്ട അപ്പം എടുത്തത്. 12 കുട്ട അപ്പം എന്താ? കുർബാനയുടെ മോഡലാണ്. കുർബാന എടുത്തവന്മാരാണ് 12 ശിഷ്യന്മാർ. കുർബാനയിലാണ്, ആ 12 ശിഷ്യന്മാരിലാണ് പള്ളി പണിയപ്പെട്ടത്, സഭ പണിയപ്പെട്ടത്. കുർബാനയാണ് അടിത്തറ. കുർബാന കളഞ്ഞിട്ട്, കുർബാന വെട്ടി ചുരുക്കിയിട്ട്, കുർബാനയെ നിസാരമാക്കിയിട്ട് വേറെന്തെങ്കിലുമൊക്കെ പൊലിപ്പിച്ചെടുത്തിട്ട് നമുക്ക് സഭ പണിയാൻ പറ്റില്ല. കുർബാനയാണ് കേന്ദ്രമെന്ന് എപ്പോഴും ഓർത്തേക്കണേ. ഇനി ഞാൻ പറഞ്ഞാൽ ഇഷ്ടക്കേടുണ്ടാകും, എന്നാലും ഞാൻ പറയാം സ്നേഹത്തോടെ. ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുമ്പോൾ ഈ കാരുണ്യ വഴി ശുശ്രൂഷയിൽ കൂടുന്നവർക്ക് പറ്റുമെങ്കിൽ 2 പുസ്തകങ്ങൾ പള്ളിയിൽ കൊണ്ടുപോകാമോ? ഈ ശുശ്രൂഷയൊക്കെ എത്രമേൽ നമ്മുടെ തൊലിപ്പുറം കടന്ന് അകത്തോട്ട് കയറുന്നുണ്ടെന്ന് നോക്കട്ടെ. ഞായറാഴ്ചയെങ്കിലും പള്ളിയിൽ പോകുമ്പോൾ 2 പുസ്തകങ്ങൾ പള്ളിയിൽ കൊണ്ടുപോകാമോ? ഏതൊക്കെയാണ് 2 പുസ്തകങ്ങൾ? ഒന്ന്, കുർബാന പുസ്തകം. ഭയങ്കര മടിയാണ് നമുക്ക് കുർബാന പുസ്തകം കയ്യിൽ പിടിച്ച് കുർബാന കൂടാൻ ഭയങ്കര മടിയാണ്. പിടിക്കണം. ആ മടിയെ തോൽപ്പിക്കുന്നിടത്താണ് ബലിയർപ്പകൻ ബലിവസ്തുവാകുന്നത്. ഇന്നലെ പറഞ്ഞ കാര്യം. 2, ബൈബിള്. ഞായറാഴ്ച കുർബാനയിൽ നമ്മുടെ സഭയിൽ 2-3 വായനകൾ വരുന്നില്ലേ ഞായറാഴ്ച? പഴയ നിയമത്തിൽ 2 വായന, പിന്നെ ഒരു ലേഖന വായന, സുവിശേഷ വായന. ആ വായനയുടെ നേരത്ത് ഈ ബൈബിളിൽ അതും തുറന്ന് വായിക്കാൻ മേലെ. അപ്പോൾ എത്ര ഭാഗം നമുക്ക് പരിചയമാകും? ബൈബിൾ വീട്ടിൽ പൂജിക്കാൻ വെക്കേണ്ട സാധനമല്ലല്ലോ, ഇത് കൊണ്ടു നടക്കേണ്ടതും തുറന്ന് വായിക്കേണ്ടതും അല്ലേ? അപ്പോൾ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുമ്പോൾ ഈ 2 പുസ്തകം കൊണ്ടൊക്കെ നമ്മുടെ ജനം പള്ളിയിൽ പോകുന്ന ദിവസം എത്രയും വേഗം ഉണ്ടാകട്ടെ. അങ്ങനെ വരുമ്പോൾ ആ താല്പര്യം നമ്മൾ കാണിക്കും, മറ്റുള്ളവരത് കാണുകയും ചെയ്യും. അങ്ങനെ ഒരു താല്പര്യം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകട്ടെ. നിങ്ങൾ കുറേ പേര് ഇപ്പോൾ കുർബാനയ്ക്ക് ഒരു വൈദികനെ, ഒരു കന്യാസ്ത്രീയെ, ഒരു കുടുംബത്തെ കൊണ്ടുപോകുന്നുണ്ട്. മുമ്പ് പറഞ്ഞതാണ്, അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. നല്ല കാര്യം. ആരാധനയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് നമ്മുടെ ഈ നിയോഗം വെച്ചിട്ട്, പൗരോഹിത്യത്തെയും വിശുദ്ധ കുർബാനയും നിയോഗം വെച്ചിട്ട് ഇന്നത്തെ ടോക്ക് അല്പസമയം കൂടി എനിക്ക് തോന്നുന്നുണ്ട്. സാരമില്ല, എല്ലാ ദിവസവും ഇങ്ങനെ ഉണ്ടാകത്തില്ല. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. പൗരോഹിത്യവും വിശുദ്ധ കുർബാനയും നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. ഇന്നത്തെ ഹോംവർക്ക് 2 കാര്യങ്ങളുണ്ട്. 2 കാര്യങ്ങളുണ്ട് ഹോംവർക്ക്. ഒന്ന്, വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അവരെ പരിശീലിപ്പിക്കുന്ന അച്ഛന്മാർക്ക് വേണ്ടിയിട്ട്. ഒരുപക്ഷെ അവരൊന്നും അത്ര പബ്ലിക് ഫിഗേഴ്സ് ആയിരിക്കത്തില്ല, പോപ്പുലർ പ്രീസ്റ്റ് ആയിരിക്കത്തില്ല. പക്ഷേ ഈ സെമിനാരികളിലൊക്കെ എത്രയോ പ്രൊഫസേഴ്സ് ഈ വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരുണ്ടെന്നറിയാമോ? ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച പ്രൊഫസേഴ്സിനൊക്കെ ഈ നേരത്തെ നന്ദിയോടെ ഓർക്കുകയാണ്. അവർ വലിയ പബ്ലിക് സെലിബ്രിറ്റീസ് ഒന്നുമല്ല. അവർ ആ സെമിനാരിയുടെ ആവൃത്തിക്കകത്ത് നിന്നുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ പരിശീലനത്തിൽ ബദ്ധശ്രദ്ധരായിട്ട് ജീവിക്കുന്നവരുണ്ട്. വൈദിക വിദ്യാർത്ഥികളെയും അവരെ പരിശീലിപ്പിക്കുന്ന പുരോഹിതരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. രണ്ട് ഒരു പ്രത്യേക പ്രാർത്ഥനാ രീതി ശീലിക്കണം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇനി അത് ശീലിക്കണം. എപ്പോൾ ഒരു പ്രാർത്ഥന ദൈവത്തിന് മുമ്പാകെ ഉയർത്താൻ തോന്നിയാലും ഉടനെ പ്രാർത്ഥിക്കണം, ഇപ്പോൾ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയോട് ചേർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ലോകത്ത് അർപ്പിക്കപ്പെടുന്ന അങ്ങനെ ഒരു ഗുണമുണ്ട്. 24 മണിക്കൂറിൽ ഇവിടെ നമ്മൾ ഉറങ്ങുമ്പോഴും എവിടെയോ ആരോ ഉണർന്ന് കുർബാന അർപ്പിക്കുന്നുണ്ട്. ഇവിടെ അവരുറങ്ങുമ്പോൾ നമ്മളുടെ കുർബാന അർപ്പിക്കുന്നുണ്ട്. എല്ലാ നേരത്തും കുർബാന അർപ്പണം നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രാർത്ഥനയ്ക്കും ഏത് സങ്കട നേരത്തും പ്രാർത്ഥിച്ചോണം, കർത്താവേ എൻ്റെ ഈ സങ്കടത്തെ, എൻ്റെ ഈ പ്രാർത്ഥനയെ ലോകത്തിൻ്റെ ഏതോ ഒരു ഭാഗത്ത് അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയോട് ചേർത്ത്, ആ കാസയോടും പീലാസയോടും ചേർത്ത് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനാ രീതി ശീലിക്കാൻ ഹോംവർക്കായിട്ട് തരുകയാണ്. ആരാധനയിലേക്ക് പ്രവേശിക്കാം. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി. വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും അവരെ പരിശീലിപ്പിക്കുന്ന പുരോഹിതർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുക. ഓരോ നേരവും പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആരാധന എന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആർദ്രതയോടെന്നും കാക്കും നിൻ പുകൾ പാടുവതോ പുണ്യം ധന്യമേ ജീവിതം. ആർദ്രതയോടെന്നും കാക്കും നിൻ പുകൾ പാടുവതോ പുണ്യം ധന്യമേ ജീവിതം. ആത്മനാഥാ നിനക്കാരാധന, ആത്മജരേകിടും ആരാധന. ആത്മനാഥാ നിനക്കാരാധന, ആത്മജരേകിടും ആരാധന. ആത്മനാഥാ നിനക്കാരാധന, ആത്മജരേകിടും ആരാധന. ആത്മനാഥാ നിനക്കാരാധന, ആത്മജരേകിടും ആരാധന. ഈശോയെ, പരിശുദ്ധനായവനെ, നിനക്ക് ആരാധന. കാരുണ്യ വഴി ശുശ്രൂഷയുടെ 26-ാം നാൾ തിരുമുമ്പാകെ നിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആരാധനയിൽ നിയോഗങ്ങൾ വെച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകളെ ഞങ്ങൾ ഒരുമിച്ച് തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. നോമ്പ് കാലത്തിൻ്റെ ഈ വെള്ളിയാഴ്ച ഉപവാസമെടുത്തും കരുണക്കൊന്ത ചൊല്ലിയും കുരിശിൻ്റെ വഴി ചൊല്ലിയുമൊക്കെ ഞങ്ങൾ അധിക പ്രാർത്ഥനയുടെ ദിവസമാക്കി മാറ്റിവെച്ചിരിക്കുകയാണ്. നിൻ്റെ പീഡാസഹനത്തോട് കുറച്ചുകൂടെ ഞങ്ങളെ ചേർത്ത് വയ്ക്കുന്ന ദിവസമാക്കി ഇത് മാറ്റുക. കർത്താവേ, കരുണയാകണേ. നിൻ്റെ ജനത്തിൻ്റെ പ്രാർത്ഥനകളുടെ നേരെ കരുണയോടെ നോക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈശോ, ഇന്ന് ഞങ്ങൾ കേട്ടത് നിന്റെ മരണത്തിൻ്റെ തലേനാൾ നീ ഞങ്ങൾക്കായി സ്ഥാപിച്ചു നൽകിയ കൂദാശകൾ. മരണം നാളെ ഉറപ്പാണെന്ന് അറിഞ്ഞിട്ട്
അതിൻ്റെ തലേന്നാൾ ഒരപ്പൻ മക്കൾക്ക് വിശിഷ്ട സ്വത്ത് കൈമാറുന്നത് പോലെ കർത്താവേ, നീ കൈമാറി തന്ന 2 കൂദാശകളെ ഞങ്ങൾ ഇന്ന് ധ്യാനിക്കുകയായിരുന്നു. വിശുദ്ധ കുർബാനയും പൗരോഹിത്യവും. അന്ത്യത്താഴവേളയിൽ നീ വിശുദ്ധ കുർബാനയും പൗരോഹിത്യവും സ്ഥാപിച്ചു നൽകി. ഞങ്ങൾ തിരിച്ചറിയുന്നു ഈശോയെ, പൗരോഹിത്യമില്ലെങ്കിൽ വിശുദ്ധ കുർബാനയില്ല. വിശുദ്ധ കുർബാനയില്ലെങ്കിൽ പൗരോഹിത്യത്തിന് അർത്ഥമില്ല. കർത്താവേ, ഈ 2 ശ്രേഷ്ഠ കൂദാശകളെ ഓർത്ത് നിനക്ക് നന്ദി പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വലിയ ആശ്രയവും അഭയവും അത്താണിയുമാണ് കർത്താവേ നിൻ്റെ ഈ കുർബാന സാന്നിധ്യം. മനസ്സുലഞ്ഞു പോകുന്ന കാലത്ത്, ചുറ്റും കുറ്റാക്കൂരിട്ട് വ്യാപിക്കുന്ന കാലത്ത്, മുന്നോട്ടൊരു ചുവട് വയ്ക്കാൻ കെൽപ്പില്ലാതെ ഞങ്ങൾ തളർന്നു പോകുന്ന കാലത്ത് ഞങ്ങൾക്ക് ബലമാണ് ഈശോ നിൻ്റെ ഈ ദിവ്യകാരുണ്യ സാന്നിധ്യം. എന്നുമെന്നും കൂടെയായിരിക്കാൻ കുർബാനയായവനെ, ദിവ്യകാരുണ്യമായവനെ, നിനക്ക് ആരാധന. ഈശോയെ, ഓരോ ദിവസവും പരിശുദ്ധ മദ്ബഹായിൽ ഞങ്ങൾക്ക് വേണ്ടി അപ്പം വാഴ്ത്തി നിന്റെ സാന്നിധ്യത്തെ ഞങ്ങൾക്കായി എടുത്തു നൽകുവാൻ ശുശ്രൂഷ പൗരോഹിത്യം നീ സ്ഥാപിച്ചു നൽകിയതിനെ ഓർത്ത് കർത്താവേ നിനക്ക് നന്ദി. ഈശോ, ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു, പിശാചിനറിയാം തകർക്കേണ്ടത്, അടിക്കേണ്ടത് വിശുദ്ധ കുർബാനയെയും പൗരോഹിത്യത്തെയുമാണെന്ന്. ഞങ്ങൾ ആ കാഴ്ചകൾ ഇന്ന് ചുറ്റും കാണുകയാണ്. കർത്താവേ, വിശുദ്ധ കുർബാന അവഹേളിക്കപ്പെട്ടു പോകുന്നതിനെ ഓർത്ത് ഞങ്ങൾ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യം അപമാനിക്കപ്പെടുമ്പോൾ ഞങ്ങൾ എളിമപ്പെട്ട് തിരുമുമ്പാകെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പൗരോഹിത്യത്തിൻ്റെയും വിശുദ്ധ കുർബാനയുടെയും മഹിമയെ ഞങ്ങളുടെ കാലത്ത് നീ പുനഃസ്ഥാപിക്കണമേ. ഈശോ, സഭ അതിൻ്റെ മഹത്വം വീണ്ടെടുക്കണമെങ്കിൽ പൗരോഹിത്യവും വിശുദ്ധ കുർബാനയും നീ ആഗ്രഹിച്ചതുപോലെ അതിൻ്റെ പ്രതാപം വീണ്ടെടുക്കണമെന്ന്, അതിൻ്റെ ശക്തി വീണ്ടെടുക്കണമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോ, എല്ലാ പുരോഹിതരെയും ദൈവജനത്തോട് ചേർന്ന് അവർ ഈ നേരത്തും അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അതെന്തൊരാശ്വാസമാണെന്നും ഞങ്ങൾക്ക് ഓരോ നേരത്ത് പ്രാർത്ഥിക്കുമ്പോഴും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊരു ചിന്തയുണ്ട്. ഞങ്ങളുടെ ഈ സങ്കടത്തെ, ഞങ്ങളുടെ ഈ കണ്ണുനീരിനെ ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയുടെ യോഗ്യതകളോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നുവെന്ന് പറയാൻ തക്കവിധം ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ മൂലയ്ക്ക് എല്ലാ നേരവും കുർബാന അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നത് എന്തൊരാശ്വാസത്തിൻ്റെ ചിന്തയാണ് കർത്താവേ. ഈ വലിയ ദാനത്തെ ഓർത്ത് നിനക്ക് നന്ദി. ഈ വലിയ ദാനത്തെ ഓർത്ത് നിനക്ക് നന്ദി. ഈ കാലഘട്ടത്തിലും ലോകവും പിശാചും അതിൻ്റെ സകല തന്ത്രങ്ങളും ഒരുക്കി വെച്ച് സഭയെ തകർക്കാൻ പണിപ്പെടുന്ന ഈ കാലത്തും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ പൗരോഹിത്യത്തിലേക്ക് ആകർഷിക്കുന്നതിനെ ഓർത്ത് നിനക്ക് നന്ദി. അത്ഭുതമാണ് കർത്താവേ, ഈ കാലഘട്ടത്തിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നല്ലോ ദൈവവേലയ്ക്ക് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിക്കണമെന്ന് 16-ാമത്തെ വയസ്സിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ കർത്താവേ. ആ വലിയ കരുണയ്ക്ക്, നിന്റെ ദൈവവിളിക്ക് നിനക്ക് നന്ദി പറയുന്നു ഈശോ. വിശുദ്ധിയുള്ള, അഭിഷേകമുള്ള, തീക്ഷ്ണതയുള്ള പുരോഹിതരെ ഇനിയും ഞങ്ങൾക്കായി നീ ഒരുക്കി നൽകണേ. ദാവീദിനെ കുറിച്ച് നീ പറഞ്ഞതുപോലെ നിന്റെ ഹൃദയത്തിനിണങ്ങിയവരാക്കി നിന്റെ പുരോഹിതരെ നീ മാറ്റണേ. അധരങ്ങളിൽ ജ്ഞാനമുള്ള പുരോഹിതരെ നീ ഞങ്ങൾക്ക് നൽകണേ ഈശോയെ. കർത്താവേ, അവർ തീക്ഷ്ണതയോടെ പരിശുദ്ധ കുർബാന അർപ്പിക്കട്ടെ. ദൈവജനത്തോട് ചേർന്ന് ദൈവജനത്തിൻ്റെ മുമ്പിൽ നിന്ന് അവർക്ക് വേണ്ടി അവരുടെ പ്രാർത്ഥനകളെ തിരുമുമ്പാകെ സമർപ്പിച്ച് തീക്ഷ്ണതയോടെ ഉള്ളുപൊള്ളി പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ
നിന്റെ പുരോഹിതരെ നീ ഒരുക്കണേ. ഈശോ, പൗരോഹിത്യത്തെ ഓർത്ത്, വിശുദ്ധ കുർബാനയെ ഓർത്ത് നന്ദി പറഞ്ഞ് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, ഈ 2 കൂദാശകളിൽ ഞങ്ങൾക്ക് വന്നു പോയിട്ടുള്ള എല്ലാ പിഴവുകളെയും ഓർത്ത് അനുദപിച്ച് നിന്റെ മക്കൾ തിരുമുമ്പാകെ മുട്ടിന്മേൽ നിന്ന് നിന്റെ കരുണയ്ക്കായി കേണ് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണയ്ക്കായി കേണ് പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യത്തിൻ്റെ മൂല്യം കെട്ടുപോകുന്ന നേരങ്ങളെ ഓർത്ത്, വിശുദ്ധ കുർബാനയുടെ അർത്ഥവും ആഴവും തള്ളിപ്പറയപ്പെടുന്ന നേരങ്ങളെ ഓർത്ത്, അശ്രദ്ധയിൽ അലസതയിൽ കുർബാന അർപ്പിച്ചു പോയ നേരങ്ങളെ ഓർത്ത് അനുദപിച്ച്, കർത്താവേ, നിന്റെ കരുണയ്ക്കായി ഞങ്ങൾ കേണ് പ്രാർത്ഥിക്കട്ടെ. നിത്യപുരോഹിത ആരാധന, നിത്യമം ഭോജമേ ആരാധന, നിത്യപുരോഹിത ആരാധന, നിത്യമം ഭോജമേ ആരാധന, നിത്യപുരോഹിത ആരാധന, നിത്യമം ഭോജമേ ആരാധന, നിത്യപുരോഹിത ആരാധന, നിത്യമം ഭോജമേ ആരാധന. ദൈവജനമേ, തിരുമുമ്പാകെ മുട്ടിന്മേൽ നിന്ന് 2 കൈയും ചെറുതായി തുറന്നു പിടിച്ച് ഈശോയെ, നീ തന്നെ നിത്യപുരോഹിതനെന്ന് ഏറ്റുപറഞ്ഞ്, കർത്താവെ, നീ തന്നെ നിത്യഭോജനമെന്ന്, ഞങ്ങൾക്ക് വേണ്ടി മുറിയപ്പെടുന്ന നിത്യജീവന്റെ അപ്പവും ചിന്തപ്പെടുന്ന രക്തവും നീ തന്നെ എന്ന് ഏറ്റുപറഞ്ഞ്, വിശുദ്ധ കുർബാന ഐക്യത്തിൻ്റെ ഒരുമിപ്പിക്കുന്ന കൂദാശയാകണം. വീണ്ടും അതിനുവേണ്ടി പ്രാർത്ഥിച്ച് പുരോഹിതരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്കൊരിക്കൽ കൂടെ ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. നിത്യപുരോഹിത, നിത്യഭോജനമേ, നിനക്ക് ആരാധന. നിത്യപുരോഹിത ആരാധന, നിത്യമം ഭോജമേ ആരാധന, നിത്യപുരോഹിത ആരാധന, നിത്യമം ഭോജമേ ആരാധന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും
ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനത്താ ഞങ്ങളുടെ മേലും ലോകം മുഴുവനിലും കരുണയാകണമേ. 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 ഈശോയുടെ അതിദാരുണമാ പീഡാസഹനത്താ ഞങ്ങളുടെ മേലും ലോകം മുഴുവനിലും കരുണയാകണമേ.
പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ
അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ.
ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ എല്ലാ പുരോഹിതരെയും പുരോഹിതാർത്ഥികളെയും സെമിനാരി വിദ്യാർത്ഥികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന എല്ലാ ഇടങ്ങളെ, എല്ലാ ദേവാലയങ്ങളെ, സ്വദേശത്തും വിദേശത്തും കർത്താവിൻ്റെ ബലിപീഠം ഒരുക്കുന്നവരെ, അവിടെ പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂടുന്നവരെ എല്ലാവരെയും സമർപ്പിച്ച് ഈശോയെ നിൻ്റെ വലിയ കരുണ ഈ കൂദാശകളുടെ മേലും അത് പരികർമ്മം ചെയ്യുന്നവരുടെ മേലും അതിൻ്റെ മൂല്യം സ്വീകരിക്കുന്നവരുടെ മേലും ഉണ്ടാകണമേ എന്ന് യാചിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക. നിത്യപുരോഹിത ആരാധന, നിത്യമാം പൂജ്യമേ ആരാധന, നിത്യപുരോഹിത ആരാധന, നിത്യമാം പൂജ്യമേ ആരാധന, നിത്യപുരോഹിത ആരാധന, നിത്യമാം പൂജ്യമേ ആരാധന, നിത്യപുരോഹിത ആരാധന, നിത്യമാം പൂജ്യമേ ആരാധന. ആരാധനയെന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആരാധനയെന്നും ഈശോയ്ക്ക് മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആർദ്രതയോടെന്നും കാക്കും നിൻ പുകൾ